റൂറൽ സബ്ജക്റ്റുകൾ ബേസ് ചെയ്തുള്ള സിനിമകൾ കാണാൻ നമുക്കൊരു പ്രത്യേക ഇഷ്ടമാണ്. പൃഥ്വിരാജ് സുകുമാരൻ്റെ ഏറ്റവും പുതിയ ചിത്രം വിലായത്ത് ബുദ്ധ, ജയൻ നമ്പ്യാർ ഡയറക്റ്റ് ചെയ്ത പടം. ഈ ചിത്രം ശരിക്കും GR ഇന്ദുഗോപൻ്റെ നോവലിനെ ആസ്പദമാക്കി, ആ പേരിൽ തന്നെയുള്ള നോവലിനെ ആസ്പദമാക്കി സിനിമയായതാണ്. കാര്യം ഇത് ഓൾറെഡി സച്ചി ഇത് നേരത്തെ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ പിന്നീടത് ജയൻ നമ്പ്യാരിലേക്ക് വരികയാണ് ഉണ്ടായത്. ഈ നോവൽ സിനിമയാക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും നോവലിൻ്റെ ഒരു എറ്റിമോളജികളൊന്നും നമ്മുടെ സിനിമയുടെ ലാൻഡ്സ്കേപ്പിലേക്ക് ഫിക്സ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് പ്രേക്ഷകരിലേക്ക് കൺവേ ചെയ്യാനുള്ള സാധ്യത കുറവാണ്. പ്രത്യേകിച്ച് നോവലിൽ ഒരുപാട് എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ഈ സിനിമയിൽ ഇത് ഒരു 3 മണിക്കൂറിനടുത്ത് വരുന്നൊരു സിനിമയാണ്. കാര്യം മലയാള സിനിമയുടെ ചരിത്രം നിങ്ങൾ നോക്കിയാൽ അറിയാം, 3.5 മണിക്കൂറോളം ഉണ്ടായിരുന്ന സിനിമകളുടെ സമയം ലെങ്ത് കുറഞ്ഞ് 3 അത് 2.5 കടന്നു. പിന്നീട് 2 മണിക്കൂർ എന്ന ലെവലിൽ നിൽക്കുമ്പോഴാണ് വീണ്ടും 3 മണിക്കൂറുള്ള ഒരു സിനിമ നമ്മൾ വീണ്ടും കാണേണ്ടി വരുന്നത്. അങ്ങനെയുള്ള സിനിമ കാണുമ്പോൾ പ്രേക്ഷകനുണ്ടാവാവുന്ന ഒരു എൻഗേജ്മെൻറ്റ് ആ സിനിമയിൽ നിന്ന് കിട്ടിയില്ല എങ്കിൽ തീർച്ചയായും ആ സിനിമ പ്രേക്ഷകർക്ക് ഡൈജസ്റ്റ് ആവണമെന്ന് നിർബന്ധമില്ല. കാര്യം അതാണ് ഇങ്ങനെയുള്ള സിനിമകളിൽ പൊതുവായി ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നം. പക്ഷേ ഒരു പരിധി വരെയൊക്കെ ഇതിൻ്റെ തിരക്കഥ കൈകാര്യം ചെയ്തിരിക്കുന്ന രീതി, ഇതിപ്പോൾ GR ഇന്ദുഗോപനും രാജേഷ് പിന്നാടനുമാണ് ഇതിൻ്റെ തിരക്കഥ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അവർ ഒരു പരിധി വരെ ഇതൊരു കൊമേഴ്ഷ്യൽ പോട്ട് ബോയിലർ എന്ന രീതിയിലേക്ക് ഇതിനെ കൊണ്ടുവന്നെത്തിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. അതൊരു നല്ല അറ്റംപ്റ്റാണ്. പക്ഷേ അത് പൂർണ്ണമായും സാറ്റിസ്ഫൈഡ് ആകുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പൂർണ്ണമായും സാറ്റിസ്ഫൈഡ് ആകുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാര്യം വളരെ ലെങ്തായിട്ടുള്ള ഒരു കഥ എടുത്ത് നമ്മൾ പറയുമ്പോൾ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ വീണ്ടും ഈ തിരക്കഥ രൂപത്തിലേക്ക് വരുമ്പോഴും ഈ പ്രശ്നങ്ങൾ ഇതിനകത്ത് ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രണയം അല്ലെങ്കിൽ ഈ പറയുന്ന ഈഗോ ബേസ് ചെയ്തുള്ള ചില വിഷയങ്ങൾ, ശരിക്കും ഈഗോ എന്ന് പറയേണ്ട കാര്യം, അത് കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ ആഗ്രഹങ്ങളുമായിട്ട് ബേസ് ചെയ്തുള്ള ഒരു രണ്ടുപേരുടെ ആഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് അതിനെ കണക്ട് ചെയ്യിപ്പിച്ചിരിക്കുന്നത്. അതിനപ്പുറം ഇതിന് കുറച്ചും കൂടെ ഒരു ഇമോഷണൽ കണക്ടിവിറ്റിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അത് പടത്തെ കുറച്ചും കൂടെ എൻഗേജിങ് ആക്കാൻ സാധിക്കുമായിരുന്നു. പ്രത്യേകിച്ച് അയ്യപ്പനും കോശി എന്ന സിനിമ കാണുമ്പോൾ നമുക്ക് ഈ ക്യാരക്ടേഴ്സിൻ്റെ ഒരു ഇമോഷണൽ കണക്ടിവിറ്റി പ്രേക്ഷകരിലേക്ക് എത്തുന്നതായിട്ട് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ പക്ഷേ നമുക്ക് അങ്ങനെ ഒരു കണക്ടിവിറ്റി കൃത്യമായി കിട്ടുന്നതായിട്ട് തോന്നുന്നില്ല. പിന്നെ ഇതിനകത്ത് എടുത്ത് പറയേണ്ട ഒരു കാര്യം ഇതിനകത്തെ ക്യാരക്ടേഴ്സ് ഒരുപാട് പേരുണ്ടെങ്കിലും ഷമ്മി തിലകൻ്റെ ക്യാരക്ടറും തൂവെള്ള ഭാസ്കരൻ എന്നൊരു ക്യാരക്ടറും പൃഥ്വിരാജിൻ്റെ ഡബിൾ മോഹൻ എന്ന ക്യാരക്ടറും തമ്മിലുള്ള ഒരു ചെറിയ അവർ തമ്മിലുണ്ടാകുന്ന ഒരു കൊളിഷനാണ് ഈ സിനിമയുടെ ഒരു പ്രധാന മെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത്. ആ വിഷയം ഒരു ചന്ദനമരവുമായി ബേസ് ചെയ്താണ്. അത് പ്രേക്ഷകർ കണ്ട് തീരുമാനിക്കുക. അതിനേക്കാൾ അപ്പുറം ഇതിനകത്ത് ഷമ്മി തിലകൻ്റെ ക്യാരക്ടർ ഒരു പരിധിക്ക് മുകളിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിനെ പിടിച്ചു നിർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഇത് ഹ്യൂമർ ഇതിനകത്ത് ഇവർ വർക്കൗട്ട് ചെയ്തിരിക്കുന്നത് കുറച്ചൊക്കെ കണക്റ്റ് ആയിട്ടുണ്ട്. സിനിമ കാണുന്ന പ്രേക്ഷകർക്ക് അത് കണക്റ്റ് ആവുന്നുണ്ട്. പ്രത്യേകിച്ച് ഷമ്മിയുടെ പോർഷൻ ഒക്കെ അത് വളരെ നന്നായിട്ട് ആ ഭാഗങ്ങളൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. പൃഥ്വിരാജ് ആസ് യൂഷ്വൽ, പക്ഷേ മസിൽ പിടുത്തൊന്നുമില്ല. പൃഥ്വിരാജിൻ്റെ പൃഥ്വിരാജ് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പ്രിയമത കൃഷ്ണൻ്റെ പൃഥ്വിരാജിൻ്റെ നായികയായിട്ടുള്ള റോളാണ്. പക്ഷേ പ്രിയമത അത്യാവശ്യം ഓക്കെ ആയിട്ടുള്ള ക്യാരക്ടറാണ്. പിന്നെ പഴയ രാജശ്രീ ഒരു റോൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് രസകരമായി വിനു മോഹനുണ്ട്, ധ്രുവനുണ്ട്, അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിലും പ്രമോദ് വെളിനാടിൻ്റെ ക്യാരക്ടർ വളരെ രസകരമായി ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിൽ രാഷ്ട്രീയവും അവർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ സിനിമ മറയൂരിൻ്റെ പശ്ചാത്തലത്തിലാണ് വന്നിരിക്കുന്നത്. മറയൂരിൻ്റെ പശ്ചാത്തലത്തിൽ ഉണ്ടാകുന്ന സീനിക് ബ്യൂട്ടീസൊക്കെ നമുക്ക് ഈ സിനിമയിൽ ഉണ്ടെങ്കിൽ പോലും ഇത് പല വിഷയങ്ങളിലേക്ക് സിനിമ കിടക്കുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു ട്വിസ്റ്റും ടേണും ഒക്കെ പ്രേക്ഷകരിലേക്ക് കൃത്യമായി പലപ്പോഴും എത്താതെ പോകുന്നതാണ് കാണുന്നത്. ഇതിൻ്റെ മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത് ജെയ്ക്സ് ബിജോയാണ്. ജെയ്ക്സ് ബിജോയുടെ ഒരു റൂറൽ സബ്ജക്റ്റുകളിൽ വൺ ഓഫ് ദ ബെസ്റ്റ് എന്നൊക്കെ നമ്മൾ ഇതിനു മുമ്പ് കേട്ട BGMസിൻ്റെയൊക്കെ ഒരു പാറ്റേൺ ഉണ്ടെങ്കിലും ജെയ്ക്സ് ബിജോയ് അതിലൊക്കെ ഒരു വ്യത്യസ്തത ഈ സിനിമയിലും കൊണ്ടുവന്നിട്ടുണ്ട്. 2 പാട്ടുകൾ ഇതിനകത്തുണ്ടായിരുന്നു. കാട്ടുരാസ എന്ന് തുടങ്ങുന്ന പാട്ടും കാട്ടുക്കുള്ള എന്ന് തുടങ്ങുന്ന ഒരു പാട്ടും. ഭുവനേശ്വർ ലിറിക്സ് ചെയ്ത കാട്ടുകുള്ള എന്ന് തുടങ്ങുന്ന മറയൂരിൻ്റെ സൗന്ദര്യം ഉൾപ്പെടുത്തുക അഖിൽ ജയ ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ള പാട്ടാണത്. അത് പക്ഷേ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയായിരുന്നു. മെലഡി സോങ് വിജയ് യേശുദാസ് പാടിയ പാട്ടും അത്യാവശ്യം സിനിമയ്ക്ക് ഒരു ബൂസ്റ്റാണ്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം ശ്രീജിത്ത് സാരംഗാണ് എഡിറ്റിംഗ് കൈകാര്യം ചെയ്തത്. ഈ എഡിറ്റിംഗ് ശരിക്കും നന്നായിട്ട് കുറച്ചും കൂടി അവർ നന്നായിട്ട് ട്രിം ചെയ്യാവുന്ന ഒരുപാട് സീക്വൻസുകൾ, പ്രത്യേകിച്ച് ഇതിനകത്ത് ചില പോർഷൻസൊക്കെ വലിയ ഇഷ്യൂസുകൾക്കിടയിൽ ചിലപ്പം തീർത്തും ആവശ്യമില്ലാത്ത മറ്റ് സ്ഥലങ്ങളിലേക്ക് സിനിമ സഞ്ചരിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്.
ചിലർക്കത് ഭംഗിയായിട്ട് തോന്നാം, പക്ഷേ നമുക്ക് സിനിമയുടെ ഒരു ഒഴുക്കിനെ അത് പൂർണ്ണമായിട്ടും അത് നമുക്ക് കിട്ടുന്നതായിട്ട് ഫീൽ ചെയ്യുന്നില്ല. അത് ഒരു പരിധി വരെ സിനിമയുടെ ഒരു ഫ്ലോയ്ക്കും പ്രശ്നമാണ്. കാര്യം ശ്രീജിത്ത് എഡിറ്റിംഗ് അത് കുറച്ചും കൂടെ ട്രിമ്മിങ് ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നൊരു അഭിപ്രായമുണ്ട്. അതുപോലെ തന്നെ പ്രേക്ഷകർ ജയൻ നമ്പ്യാരുടെ ഡയറക്ഷൻ, ശരിക്കും ജയൻ നമ്പ്യാർ ഇതൊരു കൊമേഴ്ഷ്യൽ സിനിമ എന്ന രീതിയിലാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഡയറക്ടറുടെ ഒരു ഡയറക്ടർ എന്താണോ ആഗ്രഹിക്കുന്നത് ഡയറക്ടർ ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ ഇതിനകത്ത് ക്യാരക്ടേഴ്സിൻ്റെ ഒരു ഇമോഷൻ കൂടി അദ്ദേഹം കുറച്ചും കൂടെ കണക്റ്റിവിറ്റായിട്ട് പിടിച്ചിരുന്നെങ്കിൽ ഈ സിനിമ കുറച്ചും കൂടെ പ്രേക്ഷകരുമായിട്ട് സിങ്ക് ആകുമായിരുന്നു എന്നൊരു അഭിപ്രായമുണ്ട്. ഇതൊരു ശരാശരി അനുഭവത്തിന് മുകളിൽ നിൽക്കുന്ന ഒരു സിനിമ എന്നേ ഉള്ളൂ നമുക്കിതിനെക്കുറിച്ചുള്ള അഭിപ്രായം. അതുപോലെ തന്നെ ഇത് പ്രേക്ഷകർക്ക് തിയേറ്ററിൽ കണ്ടു നോക്കാവുന്ന സിനിമയാണ്. കാര്യം അതിന് വേണ്ട ചേരുവകളൊക്കെ അവർ കൃത്യമായി അറേഞ്ച് ചെയ്ത് തന്നെയാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. ഫൈറ്റ് ഉണ്ട്, പക്ഷേ ഫൈറ്റൊക്കെ ഒരു റൂറൽ ഫൈറ്റ്സ് എന്നതിനപ്പുറം അതിനകത്ത് എടുത്തു പറയത്തക്ക, പ്രത്യേകിച്ച് ഡബിൾ മോൻ എന്ന ക്യാരക്ടറിന് തന്നെ ഡബിൾ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചില സമയത്ത് നമുക്ക് ഡൗട്ട്സ് തോന്നുന്ന പോലത്തെയുള്ള ഫൈറ്റ്സൊക്കെയാണ്. 4 പേരോളം ഫൈറ്റ് മാസ്റ്റേഴ്സ് ഉണ്ട്. അത് ഒരു ഭയങ്കര എസ്റ്റാബ്ലിഷ്ഡ് ഫൈറ്റ്സ് ഒന്നുമായിട്ട് നമുക്കങ്ങനെ ഫീൽ ചെയ്യുന്നൊന്നുമില്ല. ഓവറോൾ ഈ സിനിമ പ്രേക്ഷകർക്ക് ശരാശരിക്ക് മുകളിൽ അനുഭവം നൽകുന്ന സിനിമയാണ്. നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്ന സിനിമ. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോകളുമായി ഇനിയും വരുന്നതായിരിക്കും. താങ്ക് യു.